ക്ഷേത്രപഥം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ക്ഷേത്ര ചൈതന്യങ്ങളുടെ അകപ്പൊരുൾ തേടി ഒരു തീർത്ഥയാത്ര. ക്ഷേത്രപഥം ചാനലും ഞങ്ങളുടെ വീഡിയോകളും നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പള്ളിക്കുന്ന് മൂകാംബികയിൽ വന്ന് തൊഴുതാൽ 30 മുക്കോടി ദേവകളിൽ തൊഴുതയിൽ സമാനം. എന്ത് വരാ വേണ്ടതെന്ന് ചോദിക്കുക എന്ന് പറയുന്ന ഭാവത്തിലാവും. ആ ഭാവം തന്നെ അങ്ങനെയാണ്. ദക്ഷിണ മൂകാംബിക എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാമത്തേതാണ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കുന്ന ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ മൂകാംബികയാണ്. ഭൃഗു മഹർഷിയുടെ സാന്നിധ്യത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ പെടുന്ന ദേവീക്ഷേത്രമാണ് ഇത്. മഹിഷാസുരവധം കഴിഞ്ഞ് ശാന്തസ്വരൂപിണിയായിട്ട് സകല ദേവന്മാരാലും പൂജിക്കപ്പെടുന്ന ഭാവത്തിലാണ് ഇവിടെ ദേവിയെ ആരാധന ചെയ്തു പോരുന്നത്. ഒരു തവണ ദേവീ വിഗ്രഹം കണ്ട ഭക്തർക്ക് വീണ്ടും വീണ്ടും കാണുവാൻ തോന്നുന്ന അത്യപൂർവവും അതീവ ചൈതന്യവത്തായതുമായ ദേവീ വിഗ്രഹത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. പരശുരാമൻ്റെ യാത്രയിൽ ഇതൊരു പുണ്യഭൂമിയാണെന്ന് കണ്ടപ്പോൾ ഒരു അഞ്ജനശിലയിൽ ഒരു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു. ആ അഞ്ജനശില കാലക്രമേണ തേഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം 100-120 വർഷം 150 വർഷത്തിന് ഇപ്പുറത്തായിട്ട് അതിന് ഗോളക തീർത്തു. വെള്ളി കൊണ്ടുള്ള ഒരു ഗോളക. അത് കാരണം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സമ്മതപ്രകാരം 1008 വെള്ളി രൂപ ഉരുക്കി ഉണ്ടാക്കിയതാണ് ഈ ഗോളക എന്നാണ് പറയുന്നത്. ഇത്ര മനോഹരമായൊരു വിഗ്രഹം ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല. അത്ര സുന്ദരമാണ്. നോക്കി നിന്നു ആൾക്കാർ കാരണം തൊഴുവാൻ വേണ്ടി കയറിയവർ ഒരേ നിൽക്കുന്ന കാണാം. പലപ്പോഴും അവരവിടുന്ന് നീങ്ങില്ല. ഒന്ന് മാറി നിൽക്കുമെന്ന് പറയേണ്ട ഒരവസ്ഥ വരുന്നു. കാരണം അത്രയും ആസ്വദിക്കാനുണ്ട്. ആ ഒരു എന്ത് വരാ വേണ്ടതെന്ന് ചോദിക്കുക എന്ന് പറയുന്ന ഭാവത്തിലാവും. ആ ഭാവം തന്നെ അങ്ങനെയാണ്. അതൊരു അസാധ്യം തന്നെ ആ ഒരു ഗോളകയുടെ നിർമ്മാണം. ആദ്യത്തെ അഞ്ജനശില ഇതുപോലെയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അത് പുറമേ നിന്ന് അധികം കാഴ്ചയൊക്കെ ഉണ്ടാവില്ല. അഞ്ജനശിലയാണ്. ഏതാണ്ട് 1500 വർഷം കണക്കാക്കപ്പെടുന്ന ഈ മഹാക്ഷേത്രത്തിലെ ദേവീ പ്രതിഷ്ഠ വിശിഷ്ടമായ മഹിഷമസ്തകമുകളിൽ വിരാജിക്കുന്ന രൂപത്തിലാണ്. ഇവിടെ ഇപ്പോഴുള്ള ബിംബം അഞ്ജനശില പോലെ പൂർവികമായ ഭംഗിയുള്ളതായിരുന്നു. ഋഷിമാരുടെ സാമീപ്യവും സ്വയംഭൂ ചൈതന്യവും ഉള്ളതിനാൽ എത്ര തന്നെ കേടുവന്നാലും അത് മാറ്റാൻ പാടില്ല. അതിനെ സംരക്ഷിക്കുക എന്ന് പൂർവികന്മാർ പറഞ്ഞ പ്രകാരം വെള്ളിയുടെ ഗോളക വെച്ച് ഇപ്പോഴും ഇവിടെ ആ ബിംബം സംരക്ഷിച്ചു പോരുന്നു. നമസ്കാരം. ഞാൻ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട്. ഈ ഇല്ലത്തെ കാത്തു രക്ഷിക്കുന്ന ദേവതയാണ് ഈ പള്ളിക്കുന്നത്ത് ഭഗവതി. മഹിഷാസുരമർദ്ദിനിയായിട്ട് മഹിഷാസുരനെ വധിച്ച് ശാന്തസ്വരൂപിണിയായിട്ട് നിൽക്കുന്ന ധ്യാനത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. 108 ദുർഗാലയത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിംബോപാധികൾ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. ഈ മഹിഷാസുരൻ്റെ പുറത്ത് നിന്നുകൊണ്ടുള്ള രൂപമാണ്. അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ അത് അറിയാൻ പറ്റും. അപ്പോൾ അത് നിഗ്രഹം കഴിഞ്ഞ ഉടനെ ഉള്ള ആ ശാന്തസ്വരൂപിനായിട്ടുള്ള എല്ലാ സകല ദേവന്മാരാലും പൂജിക്കപ്പെടുന്ന സമയം. അതും കൂടി ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും അമ്മ കൂടെ ഉണ്ടാവും. മൂഷിക രാജവംശത്തിൻ്റെ ദുരിതങ്ങൾ പരിഹരിക്കുവാൻ മഹിഷാസുരമർദ്ദിനി സേവ ഉള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മഹിഷാസുരമർദ്ദിനി സേവ കാട്ടുമാടം തന്ത്രിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ പള്ളിക്കുന്ന് മൂകാംബിക മഹിഷാസുരമർദ്ദിനി ക്ഷേത്രം ഇല്ലത്തേക്ക് രാജവംശം ദാനമായി കൊടുത്തു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടുമാടം മന 2ആയി വിഭജിക്കപ്പെട്ടു. ഇളയിടത്ത് കാട്ടുമാടം ഉഷപൂജയും
മൂത്തേടത്ത് കാട്ടുമാടം ഉച്ചപൂജയും അത്താഴപൂജ ശാന്തിക്കാരനും ചെയ്തു വന്നു. അങ്ങനെ 3 പേരും ദേവിയെ 3 ഭാവത്തിൽ സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ ഭാവത്തിൽ പൂജിച്ചു വന്നു. കാലത്ത് സരസ്വതിയായി പൂജിച്ചു വന്നതുകൊണ്ട് വിദ്യാരംഭം സുപ്രധാനം, ത്രിമധുരവും പഴം വഴിപാടും പ്രധാനം. ഇവിടെ 3 ഭാവത്തിലാണ് ഇവിടുത്തെ ദേവീ പൂജ. രാവിലത്തെ പൂജ സരസ്വതി സങ്കല്പത്തിലാണ്, ഉച്ചപൂജ മഹാലക്ഷ്മി, ഇതോടെ പറഞ്ഞിട്ടുണ്ട്. അത്താഴപൂജ ദുർഗയായിട്ടാണ്. അപ്പോൾ രാവിലത്തെ പൂജ കഴിഞ്ഞാൽ വിദ്യാരംഭം നടത്താം സരസ്വതി സങ്കല്പത്തിലുള്ള ആ ഒരു ഭാവത്തിൽ. ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. മൂഷിക രാജവംശത്തിൻ്റെ കാലത്താണ് ക്ഷേത്ര പുനരുദ്ധാരണവും പരിപാലനവും നടത്തിയത്. മൂഷിക രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് വന്ന കോലത്തിരി രാജാക്കന്മാരായിരുന്നു ക്ഷേത്രപരിപാലനം നടത്തിയത്. കോലത്തിരി രാജാക്കന്മാർ കാട്ടുമാടം തന്ത്രിയുടെ സഹായത്തോടെ അഷ്ടൈശ്വര്യങ്ങൾ നൽകുന്ന ദേവീ വിഗ്രഹത്തെ പൂജിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും വിദ്യാരംഭ ചടങ്ങ് നടക്കുന്നു എന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. ശ്രീ ശങ്കരാചാര്യരുടെ അപേക്ഷ പ്രകാരം മൂകാംബികാദേവി ചോറ്റാനിക്കരയിൽ വന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന വേളയിൽ തിരിച്ച് മൂകാംബിയിലേക്ക് പോകുന്ന വഴി ഈ ക്ഷേത്രത്തിലും സാന്നിധ്യമുണ്ടാകണമെന്ന് അപേക്ഷിച്ചു. ഇവിടെ രാവിലത്തെ ഉഷപൂജ കഴിയുമ്പോഴാണ് ദേവിയുടെ എഴുന്നള്ളത്തുണ്ടാവുക. അതിനാൽ ഈ ദേവിയെ ഉപാസിച്ചാൽ എല്ലാ അഭീഷ്ടസിദ്ധിയും ലഭിക്കുമെന്ന് ഒരു വിശ്വാസവുമുണ്ട്. ശ്രീ ശങ്കരാചാര്യരെ കേരളത്തിലേക്ക് ദേവിയോട് ഒരു ദിവസവും ചോറ്റാനിക്കര വന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വരികയും തിരിച്ച് മൂകാംബിയിലേക്ക് പോകുന്ന സമയം കുറച്ചു നേരം വിശ്രമിക്കുന്നത് ഈ സങ്കേതത്തിലാണ് എന്നൊരു വിശ്വാസമുണ്ട്. രാവിലത്തെ പൂജ ഇവിടെ എത്തുമ്പോഴേക്കും രാവിലത്തെ പൂജ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടുണ്ടാവണം. നട തുറക്കുമ്പോൾ ദേവി ഇവിടെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വരം നമ്മൾക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ സരസ്വതി സങ്കല്പത്തിന്. അഭീഷ്ടസിദ്ധി, ഏതൊക്കെ തരത്തിലുള്ള സിദ്ധികളും ഈ ദേവിയെ ഉപാസിച്ചാൽ ഉണ്ടാവും എന്നുള്ളതാണ്. വിദ്യയുടെ ആവശ്യത്തിനായാലും മറ്റ് വിവാഹാവശ്യങ്ങൾക്കും അതുപോലെ ശത്രു നിഗ്രഹത്തിനും ഒക്കെ ആയിട്ട്. ശത്രു എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കളങ്കമാണ് ഈ ശത്രു എന്നുള്ളത്. അതിനെ നീക്കുക എന്നുള്ളതാണ്. ശത്രു ദോഷം എന്ന് പറയുന്നത് നമ്മളിൽ കുടികൊള്ളുന്ന മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി പോലെ എന്ന് പറയാം. അതിനെ നീക്കം ചെയ്യും ഇവിടെ വന്ന് ഉപാസിച്ചാൽ നമുക്ക് മനസ്വസ്ഥത ഉണ്ടാവും എന്നർത്ഥം. മേടമാസത്തിലെ പൂരമഹോത്സവവും നവരാത്രി മഹോത്സവവുമാണ് പ്രധാന ഉത്സവങ്ങൾ. പൂരമാണ് ശരിക്കും പള്ളിക്കുന്ന് അമ്പലത്തിലെ പ്രധാന ഉത്സവം. ദേവിയായിട്ട് ബന്ധപ്പെട്ട ഉത്സവം ഈ പൂരമാണ്. ആ പൂരത്തിന് കൊടിയേറ് ഉത്സവമാണ്. അതിന് 8 ദിവസത്തെ പരിപാടികൾ മുഴുവൻ തന്ത്രമന്ത്രങ്ങൾ കൊണ്ട് മാത്രം ഉള്ള ഒരു ഉത്സവമാണ്. അതിന് പ്രാധാന്യം മുഴുവൻ അകത്തെ ഈ മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും മാത്രമേ. വർഷങ്ങളായി തുലാമാസത്തിലെ കാർത്തിക നാൾ വാരം എന്ന ചടങ്ങ് നടന്നു വരുന്നു. ഇത് പൂർവികമായ വളരെ ആഘോഷത്തോടെ നടന്നു വരുന്ന ചടങ്ങാണ്. ആ ദിവസം വേദജപത്തിനാണ് പ്രാധാന്യം. വേദം പഠിച്ചിട്ടുള്ള ആചാര്യന്മാർ ദേവിയുടെ മുന്നിലിരുന്ന് ദേവിയെ വേദം ജപിച്ച് കേൾപ്പിക്കുന്നത് ഒരു പ്രത്യേകതയാണ്. ഈ ചടങ്ങ് ചെയ്യുന്നതിലൂടെ ക്ഷേത്രത്തിലെ ദേവീ ചൈതന്യം വർദ്ധിക്കുകയും ഭക്തജനങ്ങളായിട്ടുള്ള ജനങ്ങളിലേക്ക് അനുഗ്രഹവർഷം ചൊരിയുകയും ചെയ്യുന്നു. കൂടാതെ ദേവിയിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ ശക്തി കൂടുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. വാരം എന്നുള്ളത് അതിൻ്റെ വേദജപത്തിനാണ് പ്രാധാന്യം. അത് ദേവിയുടെ മുമ്പിലിരുന്ന് വേദം പഠിച്ചിട്ടുള്ള ആൾക്കാർ നേരെ ദേവിയായിട്ട് ഈ വേദം ദേവിയെ കേൾപ്പിക്കലാണ്. അതൊരു പ്രത്യേകതയാണ്. അത് ദേവചൈതന്യം വർദ്ധിക്കുവാനും അതോടുകൂടി ദേവിയിൽ നിന്ന് നമുക്കുള്ള അനുഗ്രഹം ഉണ്ടാവാനും. അത്ഭുതകരമായൊരു കഥ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഒരു രാത്രി കഴകക്കാരനായ ശങ്കരവാര്യർക്ക് ദേവി സ്വപ്നദർശനം നൽകുകയും വടക്കേ തിടപ്പള്ളിയിൽ ഒരു പഴമുണ്ടെന്നും ആ പഴമെടുത്ത് കഴിക്കാനും ദേവി അരുളപ്പാട് ചെയ്യുന്നു.
സ്വപ്നദർശനപ്രകാരം ശങ്കരവാര്യർ ആ പഴമെടുത്ത് കഴിച്ച് തോല് ഓവിൽ നിക്ഷേപിക്കുന്നു. അതോടെ ശങ്കരവാര്യരിൽ വിദ്യ വിളങ്ങി. ശങ്കരവാര്യർ ശങ്കരകവിയായി മാറി. ദേവീസ്തുതികൾ രചിച്ചു തുടങ്ങി. പഴത്തിൻ്റെ തോലെടുത്ത് കഴിച്ച ശാന്തിക്കാരൻ തോൽക്കവിയായി മാറിയെന്നാണ് സങ്കല്പം. മഹാകവി ചെറുശ്ശേരി നമ്പൂതിരി ഇവിടെ ശാന്തിക്കാരനായിരുന്നു. സർവചരാചരങ്ങൾക്കും ജനനിയും സകലരാലും ആരാധ്യയുമായ ജഗദ്ധാത്രിയെ ഈ ക്ഷേത്രത്തിൽ രാത്രികാലങ്ങളിൽ ദേവന്മാർ ആരാധിക്കാറുണ്ടത്രേ. ഇതിനാധാരമായി ഒരത്ഭുത കഥയുണ്ട്. ക്ഷേത്രത്തിൽ ഒരു ദിവസം കാലത്ത് ശാന്തിക്കാരൻ നട തുറന്നപ്പോൾ ശംഖിൽ വെള്ളം കണ്ടുവെന്നും പ്രശ്നചിന്ത നടത്തിയപ്പോൾ രാത്രികാലങ്ങളിൽ ദേവന്മാർ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ടെന്ന് കാണുവാനും കഴിഞ്ഞു. അതിനുശേഷം നട അടക്കുന്നതിന് മുൻപ് പൂജാപാത്രങ്ങളും ശംഖും പൂവും ശ്രീകോവിലിനകത്ത് വച്ചു തുടങ്ങി. രാത്രി ദേവകൾ വന്ന് പൂജ കഴിക്കാറുണ്ട് എന്ന് പറയുന്നു കേൾക്കുന്നു. അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് പൂജാപാത്രം എപ്പോഴും അകത്ത് കയറ്റി വെച്ചോളണം. അടക്കുമ്പോൾ എല്ലാം കമിത്തി വെച്ചാലും മതി. കാരണം വെള്ളം അവർ കൊണ്ടും തീർത്ത് അവരുണ്ടാക്കും, ഒക്കെ അവർ ചെയ്തോളും. പക്ഷേ പൂജാപാത്രം ഉള്ളിലുണ്ടാകും. അത് പുറത്ത് വെച്ച് നടക്കാൻ പാടില്ല. അടച്ചാൽ ദേവകളിൽ നമ്മൾ ശപിക്കത്ര. പള്ളിക്കുന്ന് മൂകാംബികയിൽ വന്ന് തൊഴുതാൽ 33 കോടി ദേവകളിൽ തൊഴുതയിൽ സമാനം. എല്ലാ ദേവന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ തൊഴുത ഒരു ദേവി മാത്രമല്ല ഉള്ളൂ, എല്ലാ സകല ദേവകളും ദേവന്മാരും എല്ലാവരും എഴുതും. അതുകൊണ്ട് ഇവിടെ തൊഴുതാൽ 33 കോടി ദേവകളിൽ പ്രാർത്ഥിച്ചതിന് സമാനം. ദർശന സമയം രാവിലെ 4 മണി മുതൽ 11 മണി വരെ, വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ. ക്ഷേത്രത്തിലെ ഉപദേവന്മാർ വടക്കേ ഭഗവതി, ഭദ്രകാളി, ഉമാമഹേശ്വരൻ, മഹാഗണപതി, നാഗസ്ഥാനം. ആദ്യം ഗണപതിയെയും നാഗത്തെയും തൊഴുത് അരയാലിന് പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് മൂകാംബികാദേവിയെ തൊഴുക. പിന്നീട് ഭദ്രകാളിയെയും ശിവപാർവതിമാരെയും തൊഴുക. പ്രധാന വഴിപാടുകൾ: നിർമാല, ഗുരുതി, അലങ്കാര പൂജ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉമാമഹേശ്വര പൂജ, വിദ്യാരംഭം. വിജയദശമി ദിവസത്തിന് പുറമെ കറുത്തവാവ്, വെളുത്തവാവ്, പ്രതിപദമൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും കാലത്ത് 8 മണി മുതൽ 9:30 വരെ വിദ്യാരംഭം നടത്തപ്പെടുന്നു. ഉത്സവ സമയങ്ങളിൽ വിദ്യാരംഭം ഉണ്ടായിരിക്കില്ല. എത്തിച്ചേരേണ്ട വഴി: കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ കണ്ണൂരിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരം. ബസ് സ്റ്റോപ്പ്: കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ വനിതാ കോളേജ് ബസ് സ്റ്റോപ്പിൽ നിന്നും അംബിക റോഡിൽ 800 മീറ്റർ ദൂരം. അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന പള്ളിക്കുന്ന് മൂകാംബികയുടെ സന്നിധിയിലെത്തുവാനും ദേവിയുടെ ദർശനവും വരദാന പുണ്യവും നേടാനും ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ക്ഷേത്രപഥം.